ശ്രീ സോമൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ചെറുതായി കട്ട് ചെയ്ത കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, എരിയുള്ള മുളക് പൊടി 1 സ്പൂൺ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, അത് നിറത്തിന് വേണ്ടിയാണ്. പിന്നെ കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചത് 1 സ്പൂൺ കായപ്പൊടി. ഇത്രയും മസാലയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായി ഒരു 6 ടേബിൾ സ്പൂൺ വിനാഗിരി. അതിനുശേഷം 1/2 കിലോ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തത്. ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ചധികം വേണം അച്ചാറുണ്ടാക്കാനായി. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയുടെ ചെറിയ പീസുകൾ ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇടുക. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകും ജസ്റ്റ് ഒന്ന് വാടി വന്ന സമയത്ത് നമുക്ക് ആ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും ഒന്ന് നന്നായി ഒന്ന് മുരിഞ്ഞ് വരണ ഒരു സമയം, ഇതുപോലെ വരണ ഒരു സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് തട്ടി കൊടുക്കുക. വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു 60% വേവായി കിട്ടിയാലും മതി. ഒരുപാട് അങ്ങ് പോകണ്ട. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവം ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. നല്ല ഒരു വാസനയും അതിൽ നിന്നും വരുന്നതാണ്. ഈ ഒരു സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടിയും എരിയുള്ള മുളക് പൊടിയും ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. അതേ സമയം തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാലയുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ നന്നായി ആ എണ്ണയിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അച്ചാറിന് നമ്മൾ ധാരാളം എണ്ണ ഉപയോഗിക്കും. അത് അച്ചാർ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആ എണ്ണ കറക്റ്റായിരിക്കും. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ഈ ഒരു പരുവം കണ്ടോ, നന്നായി ഇത് അടി പിടിക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി നല്ല വൃത്തിയാക്കി എടുക്കുക. ആ ഒരു സമയത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അച്ചാറിനൊരല്പം ഉപ്പ് കൂടുതലുണ്ടാകുന്നത് നല്ലതാണ്. കാരണം നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിക്കുമ്പോൾ ഇത്രയും ഉപ്പ് നമുക്ക് ആവശ്യമായി വരും. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വച്ചേക്കുന്ന കടുക് പൊടിയും ഉലുവയും കൂടെ ചേർന്ന പൊടിയും കായപ്പൊടിയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. കായപ്പൊടിയും ഈ ഉലുവ കടുക് വറുത്ത് പൊടിച്ച പൊടിയും ഇതിന് പ്രത്യേക മണവും ടേസ്റ്റും നൽകുന്നതാണ്. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ എടുത്ത് വെച്ച വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിക്കുക. വിനെഗർ എന്നും വിനെഗറി എന്നും പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നതാണ്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഉപ്പും എരിയും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി ഒരു 1/4 സ്പൂൺ പഞ്ചസാരയോ ശർക്കരയോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പഞ്ചസാരയാണ് ഉപയോഗിച്ചത്. ഈ ഒരു പരുവം കണ്ടോ, നമ്മളെ അച്ചാർ റെഡിയായി. വളരെ സിമ്പിളായി വളരെ രുചികരമായ അച്ചാർ റെഡിയായി. തിളച്ച് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ചാറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ അന്നത്തെ ദിവസം വച്ചേക്കുക. നന്നായി തണുത്തതിന് ശേഷം മാത്രം മറ്റൊരു ഭരണിയിലേക്ക് മാറ്റി സൂക്ഷിക്കുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.